മാനിഫെസ്റ്റോ നോക്കി മലയാളി വോട്ട് ചെയ്യൂ? മാനിഫെസ്റ്റോ നോക്കിയില്ലെങ്കിൽ മലയാളി മണ്ടനാണെന്നേ ഞാൻ പറയുള്ളൂ. മാനിഫെസ്റ്റോ നോക്കണം. മലയാളിക്ക് അങ്ങനെ ശീലമില്ലായ്ക കുറേയൊക്കെ ഉണ്ട്. ഇവിടെ രാഷ്ട്രീയത്തിനാണ് കുറച്ച് പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത്. പക്ഷേ അത് ഞാൻ സമ്മതിക്കണം. പണ്ട് കാലങ്ങളിൽ മുന്നോട്ട് വെച്ച ഇവിടുത്തെ ഇടത് വലത് സർക്കാരുകൾ ഒരിക്കലും ഇത് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടുള്ള വിശ്വാസക്കുറവാണ് മാനിഫെസ്റ്റോ നോക്കാതിരിക്കാൻ കാരണം. എങ്കിലും വിദ്യാഭ്യാസമുള്ള സമൂഹം എന്താ എഴുതി വെച്ചേക്കണമെന്ന് നോക്കണം. രണ്ട് കാര്യമാണ് വേണ്ടത്. മുമ്പും മാനിഫെസ്റ്റോ ഇറങ്ങുമായിരുന്നു. മുമ്പ് ഭരിച്ചവരോട് ചോദിക്കാനുണ്ട്, ഈ മാനിഫെസ്റ്റോയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയോ? BJP അധികാരത്തിൽ നിന്നാൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നടപ്പാക്കും. തെളിവ് കേന്ദ്ര സർക്കാരാണ്. കാരണം അവിടെ മാനിഫെസ്റ്റോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, BJPക്ക് ഒരു നയമുണ്ട്, അഥവാ NDAക്ക് ഒരു നയമുണ്ട്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയില്ല, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറയുന്നത് ചെയ്തിരിക്കും. ഇതൊരടിസ്ഥാന സൂത്രവാക്യമാണ്, അവരുടെ അടിസ്ഥാന നയമാണ്. അത് നടക്കും. അതുകൊണ്ട് തന്നെ മലയാളി മാനിഫെസ്റ്റോ ഒന്ന് വായിക്കണം. ഇനി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വികസിത സമൂഹമാണെന്നാണല്ലോ നമ്മളിപ്പോൾ അവകാശപ്പെടുന്നത്. വിദ്യാഭ്യാസമുള്ള സമൂഹം, ലോകോത്തര നിലവാരമുള്ള സമൂഹം. പക്ഷേ ഈ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെ, അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നവർ ഒരു പ്രധാനപ്പെട്ട സുപ്രധാന ഒരു പ്രസംഗം നടത്തും. ആ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളും കൂടെ നോക്കിയിട്ടായിരിക്കും അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ മാനിഫെസ്റ്റോയുടെ പ്രകാശനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബറാക്ക് ഒബാമ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം മുഴുവൻ അമേരിക്കക്കാർ ശ്രദ്ധിച്ചു. ആ പ്രസംഗമാണ് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കിയത്. തുടർച്ചയായിട്ട് 2 തവണ അദ്ദേഹം കയറുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു നയം വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങളിലുണ്ട്. കാരണം എന്താണ് ഭരിക്കാൻ പോകുന്നതിന് പറയാനുള്ളത്, അതിന് വിവരക്കേടാണോ പറയണമെന്നെങ്കിലും നോക്കണ്ടേ? അതൊരു കാര്യമാണ്, സുപ്രധാനമായ കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ ഈ മാനിഫെസ്റ്റോ നോക്കണം എന്ന് മാത്രമല്ല, കമ്പയർ ചെയ്യണം. 2 കുത്തി കമ്പയർ ചെയ്യണം. 3 മുന്നണികളുടെ മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട്. ഇത് 3ഉം തമ്മിൽ എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ മുൻകാലങ്ങളിലെ മാനിഫെസ്റ്റോ അധികാരത്തിൽ വന്നവർ വല്ലതും നടപ്പാക്കിയോ? ആ ചോദ്യം ഉണ്ടല്ലോ. കാരണം ഈ ഇലക്ഷൻ്റെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവരാരും മാനിഫെസ്റ്റോ വെളി കാണിക്കത്തില്ല. ശരിയല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അടുത്ത 5 വർഷത്തിനകം മാനിഫെസ്റ്റോ ചർച്ച ചെയ്യപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? ഓർമ്മയെ നശിപ്പിക്കും. പക്ഷേ കേന്ദ്രത്തിൽ NDA സർക്കാർ അങ്ങനെ അല്ലായിരുന്നു. അവർ പറഞ്ഞത് നടപ്പാക്കിയിട്ടുണ്ട്, പറഞ്ഞതിൽ കൂടുതലും നടപ്പാക്കിയിട്ടുണ്ട്. അതുതന്നെ ഇവിടെ സംഭവിക്കും.